സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസനത്തിൻ, നിങ്ങളിൽ ആർക്കാണ് ഒരു ദിവസം ചുരുങ്ങിയത് 1000 നന്മകൾ ചെയ്യാൻ കഴിയുന്നവർ എന്ന് ചോദിച്ചു. അപ്പൊ സംസാരത്തിനിടയിലാണ് നബി ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്ക് സാധിക്കും ഒരു ദിവസം 1000 നന്മകൾ സമ്പാദിക്കാൻ? അപ്പൊ അതേപോലെ ഞങ്ങളൊക്കെ നിശബ്ദരായിരുന്നു. നബി ഒരു മറുപടി പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നബി, എങ്ങനെയാണ് ഒരു ദിവസം 1000 നന്മയൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത്. കാരണം നമ്മോട് പറയാൻ ഒരു ദിവസം 1000 നന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് അത് എങ്ങനെ ലഭിക്കുമെന്ന് സംശയം തോന്നുന്നു. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നബിയെ ഒരു ദിവസം 1000 നന്മകൾ സമ്പാദിക്കാൻ പറ്റുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് 1000 നന്മകൾ. യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, നിങ്ങൾ ഒരു ദിവസം 100 തസ്ബീഹ് ചൊല്ലുക. ഫയുക്തബു ലഹു അൽഫു ഹസനത്തിൻ ഔ യുഹത്തു അൻഹു അൽഫു സയ്യിഅ. 100 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 നന്മകൾ എന്ന് അള്ളാഹു രേഖപ്പെടുത്തും, അല്ലെങ്കിൽ 1000 ചെറു തിന്മകൾ നിങ്ങളെ മാച്ചു കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് ആ സംഭവത്തിന്റെ ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് 1000 നന്മകൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മാർഗം പറഞ്ഞു കൊടുത്തത് 100 തസ്ബീഹ് ഒരു ദിവസം ചെല്ലുക എന്നുള്ളതാണ്. ആ 100 തസ്ബീഹ് ചെല്ലിയാൽ 100 തസ്ബീഹ് എന്നല്ല രേഖപ്പെടുത്തുക, അള്ളാഹ് രേഖപ്പെടുത്തും, അത് 1000 നന്മയായിട്ട് രേഖപ്പെടുത്തും എന്നാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ 1000 ചെറു തിന്മകൾ ഔദാര്യമായ നിലയിൽ അള്ളാഹു മാച്ചു കളയുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്തിന് വളരെ ആവേശമായി. കാരണം എല്ലാവർക്കും സുപരിചിതമാണ് തസ്ബീഹ് എന്നുള്ളത്, അവരൊക്കെ ചെല്ലാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെല്ലിയിട്ട് സഹാബത്ത് പറയും, ഞങ്ങൾ ഇങ്ങനെ നബി അങ്ങനെ എണ്ണി ചെല്ലുന്നത്, ഞങ്ങൾ 100 നബിയുടെ ഇങ്ങനെ ആ തികക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമുക്കൊരു ആശങ്ക തോന്നി, എങ്ങനെയപ്പോ 100 ചെല്ല എന്ന്. വളരെ എളുപ്പമാണ്, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. 100 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ 5 നേരത്തെ ഫർള് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമായി 10 വീതം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഓരോന്നിന്റെ മുമ്പ് 10 ഇല്ല, ഓരോ നിസ്കാരം കഴിയുമ്പോൾ 10 ഇല്ല. അപ്പൊ ഇശാ നമസ്കാരത്തോട് കൂടി ആവുമ്പോൾ ഒരു ദിവസം 100 എന്ന ചെല്ലും, പൂർത്തിയാകും. നമുക്കറിയാവുന്ന തസ്ബീഹിന്റെ ഏറ്റവും പൊതുവായ പൂർണ്ണമായ രൂപം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നാണ്. അതല്ലാത്ത അതുമായി വരുന്ന ഏത് തസ്ബീഹുകളും അതിൽ ഉൾപ്പെടുത്താം എന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പറ്റും, ഒന്ന് മനസ്സ് വെച്ചാൽ, ശ്രമിച്ചാൽ, സമയം കണ്ടെത്തൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. റമദാനിൽ ഏതായാലും നമ്മൾ നന്മകൾ നേടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കൂട്ടത്തിൽ ഇതുകൂടി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.